നമസ്കാരം. ഏവർക്കും PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷയിൽ വളരെ പ്രധാനമായി റാങ്ക് നിശ്ചയിക്കുന്ന ഒരു ഭാഗമാണ് ആനുകാലിക പൊതുവിജ്ഞാനം. ആനുകാലിക പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ പഠിക്കുക. വിജയാശംസകൾ. ഒന്നാമത്തെ ചോദ്യം, IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത. IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത മല്ലിക സാഗർ. IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത മല്ലിക സാഗർ. മല്ലിക സാഗറാണ് IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത. രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ. എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഉത്തരം തന്നെയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ. അടുത്തത്, പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. അപ്പോൾ അക്ഷയജ്യോതി പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഓർത്തു വയ്ക്കുക. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. തീരക്കടൽ കാറ്റാടിപ്പാടം. തീരക്കടൽ, കന്യാകുമാരിയിലെ കടൽ ഒന്ന് ഓർത്തു വച്ചിരിക്കുക. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി താരം മുരളി ശ്രീശങ്കർ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി താരം മുരളി ശ്രീശങ്കർ, അല്ലെങ്കിൽ M ശ്രീശങ്കർ. അർജുന അവാർഡ് നേടിയത് മുരളി ശ്രീശങ്കറാണ്. 2023 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി E ഭാസ്കരൻ. അർജുന അവാർഡ് നേടിയ മലയാളി മുരളി ശ്രീശങ്കർ. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി E ഭാസ്കരൻ. മുൻ കരസേന മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 Stars of Destiny. മുൻ കരസേന മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേരാണ് 4 Stars of Destiny എന്നുള്ളത്. മുൻ കരസേന മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ 4 Stars of Destiny. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 2024 റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോ ആണ്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണ്. ഫ്രഞ്ച് പ്രസിഡന്റാണ്. 2024 ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയുമാണ്. റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം. ജലം എന്ന് കേൾക്കുമ്പോൾ സുജലം, ജലം, കുപ്പിവെള്ളം ഓർമ്മ വരണം. ജലം, വെള്ളം, കുപ്പിവെള്ളം. റേഷൻ കടകളിലൂടെയാണ് സുജലം പദ്ധതി പ്രകാരം കുപ്പിവെള്ളം വിൽക്കുന്നത്. 10 രൂപയാണ് ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില. അടുത്ത ചോദ്യം, 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. മലയാള ഭാഷയ്ക്ക് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് നൽകിയ സേവനങ്ങൾ ലോകശ്രദ്ധയിൽ എത്തിച്ച വ്യക്തിയാണ് ആൽബ്രഷ്റ്റ് ഫ്രൻസ്. ഇദ്ദേഹം അടുത്തിടെ മരണപ്പെട്ടു. അപ്പോൾ ഈ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മലയാള ഭാഷയ്ക്ക് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് നൽകിയ സേവനങ്ങൾ ലോക ശ്രദ്ധയിൽ എത്തിച്ച വ്യക്തിയാണ് ആൽബ്രഷ്റ്റ് ഫ്രൻസ്. ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ ഒരു പുസ്തകമാണ് കേരളപ്പഴമ. മുൻകാല ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കേരളോൽപ്പത്തി തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾ ലോക ശ്രദ്ധയിൽ എത്തിച്ച വ്യക്തി അടുത്തിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബ്രഷ്റ്റ് ഫ്രൻസ്. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനാണ് റോബർട്ട് എം സോളോ. സാമ്പത്തിക വിദഗ്ധനാണ്. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനാണ് റോബർട്ട് എം സോളോ. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനാണ് റോബർട്ട് എം സോളോ. വളരെ ശ്രദ്ധയോടെ പഠിക്കുക. റോബർട്ട് എം സോളോ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനാണ്. ആൽബ്രഷ്റ്റ് ഫ്രൻസ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സേവനങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന മനുഷ്യനാണ്. അടുത്ത ചോദ്യം, വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ബാക്ടീരിയയുടെ പേര്. വിശ്വഭാരതി രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വഭാരതിയുടെ സ്ഥാപകൻ ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുതിയ ബാക്ടീരിയയാണ്. അതിൻ്റെ പേരാണ് പാൻഡോവ ടാഗോറി. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ രവീന്ദ്രനാഥ് ടാഗോർ 1913 സാഹിത്യത്തിന് ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാഗോറിൻ്റെ
തൂലികാ നാമമാണ് ഭാനു സിൻഹ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചോദ്യം: വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ബാക്ടീരിയയുടെ പേരാണ് പാൻഡോവ ടാഗോറി. ഓക്കെ, അടുത്ത ചോദ്യം: പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികളെ ക്ഷയരോഗവിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് അക്ഷയജ്യോതി. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ ക്ഷയരോഗവിമുക്തമാക്കുന്നതിനുള്ള പദ്ധതി അക്ഷയജ്യോതി. നമ്മൾ നേരത്തെയും പറഞ്ഞൊരു ചോദ്യമാണ്. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയമിച്ച 13-അംഗ നഗര നയ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ എം സതീഷ് കുമാർ. വളരെ നല്ലൊരു ചോദ്യം. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാൻ പോവുകയാണ്. ആ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് ഒരു 13-അംഗ സമിതിയെ നിശ്ചയിച്ചു. ആ 13-അംഗ നഗര നയ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ എം സതീഷ് കുമാർ. നഗര നയ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ എം സതീഷ് കുമാർ. നഗര നയ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എം സതീഷ് കുമാർ. 16-ാമത്തെ ചോദ്യം: 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ഇടയ്ക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ഇടയ്ക്ക കലാകാരനാണ് തിച്ചൂർ മോഹനൻ. തിച്ചൂർ മോഹനൻ ഇടയ്ക്ക കലാകാരനാണ്. ഇടയ്ക്ക. നെക്സ്റ്റ്: 3ാമത് ഗുഡ് ഗവേൺസ് വീക്ക് ആചരിക്കുന്നത് ഡിസംബർ 19 മുതൽ 25 വരെയാണ്. 3ാമത് ഗുഡ് ഗവേൺസ് വീക്കായി ആചരിക്കുന്നത് ഡിസംബർ 19 മുതൽ 25 വരെയാണ്. ഡിസംബർ 25 ഗുഡ് ഗവേൺസ് ഡേ, സദ്ഭരണ ദിവസ്. ഡിസംബർ 25 സദ്ഭരണ ദിവസമായിട്ട് രാജ്യം ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ 25. അതുകൊണ്ട് ഡിസംബർ 25 ഗുഡ് ഗവേൺസ് ഡേ ആയിട്ട് ആചരിക്കുന്നു, അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായിട്ട് ആചരിക്കുന്നു. 3ാമത് ഗുഡ് ഗവേൺസ് വീക്ക് ആചരിക്കുന്നത് ഡിസംബർ 19 മുതൽ ഡിസംബർ 25 വരെയാണ്. അടുത്ത ചോദ്യം: US ചരിത്രത്തിൽ ആദ്യമായി വിലക്കേർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വിലക്കേർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഡൊണാൾഡ് ട്രംപ്. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. വളരെ എളുപ്പമാണ് പഠിക്കാൻ. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. 2024 പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനം നടക്കുന്നത് ഭുവനേശ്വറിലാണ്. ഒഡീഷയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ. 2024 പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനം നടക്കുന്നത് ഭുവനേശ്വർ. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. മുഹമ്മദ് ഷമിക്ക് ലഭിച്ച പുരസ്കാരം അർജുന അവാർഡാണ്. നെക്സ്റ്റ്: പൂനെ ആസ്ഥാനമായ സാംസ്കാരിക പ്രസിദ്ധീകരണ സംഘടനയായ വാഗ്ദേവതയുടെ പ്രഥമ വിവേകാനന്ദ യുവ സംസ്കൃതി പുരസ്കാരം ലഭിച്ചത് പ്രമോദ് പയ്യന്നൂർ. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, പൂനെ മഹാരാഷ്ട്രയിലാണ്. പൂനെ ആസ്ഥാനമായ സാംസ്കാരിക പ്രസിദ്ധീകരണ സംഘടനയായ വാഗ്ദേവതയുടെ പ്രഥമ വിവേകാനന്ദ യുവ സംസ്കൃതി പുരസ്കാര ജേതാവ് പ്രമോദ് പയ്യന്നൂർ. വിവേകാനന്ദ യുവ സംസ്കൃതി പുരസ്കാരം ലഭിച്ചത് പ്രമോദ് പയ്യന്നൂരിനാണ്. ഇന്ത്യയുടെ ആദ്യ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ലീഗ്, അതിൻ്റെ പേരാണ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. ഇന്ത്യയുടെ ആദ്യത്തെ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ലീഗിൻ്റെ പേരാണ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. ഈ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിൽ മുംബൈ ടീമിൻ്റെ ഉടമസ്ഥനാണ് അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിലെ മുംബൈ ടീമിൻ്റെ ഉടമയാണ് അമിതാഭ് ബച്ചൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കേൾക്കാം.